കോതമംഗലം നേര്യമംഗലത്തിന് സമീപം ബസ് മറിഞ്ഞ 20ഓളം പേർക്ക് പരിക്ക്. അപകടത്തിൽ കട്ടപ്പന സ്വദേശിനി അനീറ്റ ബെന്നി മരണപ്പെട്ടു. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്കുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നേര്യമംഗലത്തിന് സമീപം മണിയമ്പാറയിൽ KSRTC ബസ് മറിഞ്ഞാണ് 20ഓളം പേർക്ക് പരിക്ക് പറ്റിയത്. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്കുള്ള ബസ്സാണ് മറിഞ്ഞത്. ബസ്സിനടിയിൽപ്പെട്ട കുട്ടിയെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കട്ടപ്പന സ്വദേശിനി അനീറ്റ ബെന്നിയാണ് മരിച്ചത്. വണ്ടിയിൽ 48ഓളം പേരുണ്ടായിരുന്നു. വണ്ടിയിൽ ഫ്രണ്ടില് ടയർ ഇടതുവശത്ത് ഇടിച്ചതിന് ശേഷം വലതുവശത്തേക്ക് വണ്ടി ചെറിയ ഒരു 50 അടി താഴ്ചയ്ക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്തത്. ഊർന്നിറങ്ങിച്ച് വണ്ടി ഇടിയുടെ ആഘാതത്തിൽ ഒരു 10-13-15ഓളം പേര് തെറിച്ചുപോയി. അതിൽ 2 പേര് വണ്ടിയുടെ അടിയിൽ പോയി. ഒരു പ്രായമായ അമ്മച്ചി, ഒരാൾ ഒരു പെൺകുട്ടിയാണ് 14 വയസ്സുള്ള അലീൻഡ എന്ന് പറഞ്ഞിട്ട് അത് ടയറിനടിയിൽ പോയി കഴിഞ്ഞിട്ട് അതിനെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ വന്നു. ബാക്കി ജനങ്ങളും എല്ലാവരും കൂടി നമ്മൾ അതിനകത്ത് എല്ലാവരും മാറ്റുകയും ചെയ്തു. കുട്ടി ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഇരുന്ന കുട്ടി പെട്ടെന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് അപകടം ഉണ്ടാകുന്ന സമയത്ത് കുട്ടി മുന്നോട്ട് കുതിച്ച് ബസ്സിൻ്റെ ചില്ല് പൊട്ടി കുട്ടി ബസ്സിന് പുറത്തേക്ക് വീഴുകയും ബസ് കയറി ഇറങ്ങുന്ന നിലയിൽ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. പരിക്കേറ്റ മറ്റ് ആളുകളെ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ എന്താ പെട്ടെന്ന് ഒരു വളവായിരുന്നു. ആ വളവിനകത്ത് വണ്ടി നിയന്ത്രണം വിട്ടുപോയത്. കാരണം കൊണ്ടായിരിക്കാം നിയന്ത്രണം വിട്ട് താഴേക്ക് പോയതാണെന്ന്. കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസും തഹസീൽദാരും നാട്ടുകാരും സംയുക്തമായാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൃത്യമായിട്ട് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി അധികമില്ലാതെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.